നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്ന ഈ വാരം 1201 ഇടവമാസം 26-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചക്കാലം, അതായത് 2026 ജൂൺ 9 മുതൽ 15 വരെയുള്ള സമയം. ജൂൺ 15 കഴിഞ്ഞാൽ പിന്നെ മിഥുന മാസമായി. ഇവിടെ ഇടവമാസത്തിലെ അവസാനത്തെ വാരത്തിൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർക്ക് വാരഫലത്തിലേക്ക് സ്വാഗതം. ഇവിടെ നാം ഈ വാരഫലം ചർച്ച ചെയ്യുന്ന ഈ ദിനത്തിൽ ഗ്രഹസ്ഥിതിയും കൂടി നമുക്ക് ചിന്തിക്കാം. മേടൻ രാശിയിൽ ചൊവ്വയും, ഇടവൻ രാശിയിൽ ആദിത്യനും, മിഥുൻ രാശിയിൽ ബുധനും, കർക്കിടകത്തിൽ വ്യാഴവും ശുക്രനും, ചിങ്ങൻ രാശിയിൽ കേതുവും, കന്നി രാശിയിൽ ഗുളികനും, കുംഭൻ രാശിയിൽ രാഹുവും, 12-ാം രാശിയിൽ അവസാനത്തെ രാശി അന്ത്യരാശിയിൽ ശനിയും ചന്ദ്രനുമാകുന്നു. ഓരോ രാശിക്കാരുടെയും എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങൾ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ശുക്രൻ മാത്രമാണ് കർക്കിടക രാശിയിലേക്ക് മാറിയിരിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. വ്യാഴം ജൂൺ 2-ാം തീയതി തന്നെ കർക്കിടകത്തിലേക്ക് തന്നെ ഉച്ചനക്ഷത്രത്തിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ചന്ദ്രൻ മീനൻ രാശിയിലാണ്. ഇത് ചർച്ച ചെയ്യുമ്പോൾ, ഈ വാരഫലം ചർച്ച ചെയ്യുന്ന സമയത്ത് ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ഞാനിത് ചർച്ച ചെയ്യുന്നത്. ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കന്യരാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 6-ാം ഭാവത്തിൽ രാഹു, 7-ാം ഭാവത്തിൽ ചന്ദ്രൻ ശനി, അഷ്ടമത്തിൽ ചൊവ്വ, 9-ാം ഭാവത്തിൽ സൂര്യൻ, 10-ാം ഭാവത്തിൽ ബുധനാണ്, 11-ാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ, 12-ൽ കേതു. ശാരീരികമായി നേത്ര സംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കുക. പലപ്പോഴും 7-ൽ ചന്ദ്രൻ വരുമ്പോൾ വിവാഹ വിഷയത്തിലൊക്കെ വളരെ താല്പര്യം വരും. അവിടെ ശനി ഉള്ളതുകൊണ്ട് ശനിയുടെ ഒരു പിടുത്തത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ കന്യരാശിക്കാർക്ക് 7-ാം ഭാവാധിപനായ വ്യാഴം ഉച്ചസ്ഥനായി വരുന്നുണ്ട്. 7-ൽ ചന്ദ്രൻ വരുമ്പോൾ വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ച വ്യക്തികളൊക്കെ ഈ ഒരു വാരം തനിക്കൊരു പെണ്ണ് നോക്കിയാൽ കൊള്ളാമെന്ന് അഭിപ്രായം വരുന്ന വാരമാണ്. ഇവിടെ വിവാഹ വിദ്യാഗ്രഹം ഉച്ചസ്ഥനാണ്. അപ്രകാരം തന്നെ കല്യാണം കഴിഞ്ഞ ദമ്പതികൾക്ക് ഈ ഒരു വർഷം, ഈ ജൂൺ മാസം മുതൽ സന്താനത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. സന്താന സ്ഥാനത്ത് ഭാഗ്യാധിപനായ ശുക്രനും സന്താനപതിയായ വ്യാഴത്തിൻ്റെയും ദൃഷ്ടിയുണ്ട്. അതിനാൽ സന്താന വിഷയവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്ക് ഡോക്ടറെ കണ്ട് ചികിത്സകളൊക്കെ തേടാൻ ഈ ഒരു വാരം വളരെ ഉപകാരപ്രദമായി ഭവിക്കുന്നതാണ്. സഹോദരങ്ങൾക്ക് നല്ലൊരു വാരമല്ല. സഹോദര കാരകനായ ചൊവ്വ 8-ലും 9-ാം ഭാവത്തിൽ ആദിത്യനുമുണ്ട്. 9-ൽ ആദിത്യൻ വരുമ്പോൾ ആ ആദിത്യൻ 3-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. തപ്യതേ സോദരേണ, തനിക്ക് സഹോദരനാൽ താപം വരും എന്നൊരു ഫലമുണ്ട്. അവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയ ഭാവത്തിലേക്കുണ്ട്. കർമ്മമേഖലയിൽ യാതൊരു ദോഷവുമില്ല. നൂതന ധന സമ്പാദന വിഷയങ്ങളൊക്കെ കന്യരാശിക്കാർക്ക് നന്നായിട്ട് വരാം. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ വിദേശ സഞ്ചാരം വളരെ അനുകൂലമാണ്. അതിനുവേണ്ടി ഉത്സാഹിക്കണം. വിദേശത്തുള്ള നല്ല സൗഹൃദങ്ങൾ വരിക, വിവാഹത്തിലേക്ക് എത്തിച്ചേരുക, ഇതിനൊക്കെ ഈ ഒരു വാരം വളരെ അനുകൂലമാണെന്ന് അറിയുക. കാരണം 11-ാം ഭാവത്തിലാണ് ഗുരുശുക്രന്മാരുടെ യോഗം. അപ്രകാരം തന്നെ പഠിതാക്കളായ വിദ്യാർത്ഥികൾക്കും വളരെ നല്ലതാണ്. അവർക്ക് സ്കോളർഷിപ്പാകാം, ഹയർ സ്റ്റഡീസിന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാം. അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ, ടെസ്റ്റുകളൊക്കെ നടത്തി അതിൽ വളരെ മുന്നോട്ട് പോകാനുള്ള ഒരു അദമ്യമായ കരുത്ത് പ്രദാനം ചെയ്യപ്പെടുന്ന വാരമാണ്. ഇപ്പോഴേ ഉത്സാഹിക്കുക. 10-ൽ ബുധനാണ്. പലപ്പോഴും മജിസ്ട്രേറ്റ് മുതൽ വക്കീലന്മാർ മുതൽ അല്ലെങ്കിൽ നല്ല പദവിയിലുള്ളവർക്ക്, കൺസൾട്ടൻസികൾക്ക് ധാരാളം ധനം ലഭിക്കുന്നു. പൈതൃകമായ സ്വത്ത് നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും തനിക്ക് സ്വയം സ്വാർജിതമായ ധനം ലഭിക്കുവാൻ അങ്ങേയറ്റം താല്പര്യപ്പെടും. അതിനുള്ള സമയമാണ്. വളരെയധികം ഉത്സാഹിക്കുക. നേത്രസംബന്ധമായ രോഗങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, ശോഭനമായ കന്യരാശിക്കാർക്ക് നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.